ആണെങ്കിൽ നട പെണ്ണേ. മക്കളെ എടുത്തോ, ടിഫിൻ ബോക്സ് ഒക്കെ എടുത്തല്ലോ അല്ലേ? എല്ലാം എടുത്തില്ലേ? പേഴ്സ് എടുത്താ? ഓട്ടോ വരുന്നു ഓട്ടോ. മണിക്കുട്ടൻ പെങ്ങളെ പിള്ളേരെ നല്ല പെടക്കുന്ന മീന്, പെടക്കുന്ന ചൂരമീന്, ചൂരമീന്. പെടക്കുന്ന മീനാ? പെടക്കുന്നില്ലല്ലോ. എന്റെ അളിയാത് കടലിൽ കിടക്കുമ്പോഴല്ല പെടക്കൂ, കരക്കെടുക്കുമ്പോ ചത്തു ഈ അളിയെന്ന് പറഞ്ഞു. ഈ മീന് പെങ്ങളെ ഇതിനകത്തൊരു പകുതി എടുത്ത് നല്ല കുരുമുളകൊക്കെ ചേർത്ത് നല്ല പുളിയൊക്കെ ഇട്ട് കുടംപുളിയൊക്കെ ഇട്ട് ഉള്ളിയൊക്കെ നല്ല ചാന്ന് അങ്ങോട്ട് അരിഞ്ഞ് പകുതി കറി വെക്കണം. ബാക്കി പകുതി എടുത്ത് വറക്കണം. അല്ലെങ്കിൽ പകുതി വറക്കുകയോ അല്ലെങ്കിൽ കറി വെക്കുകയോ ചെയ്യാം കേട്ടോ. പക്ഷേ മാമ ഇത് അമ്മക്ക് കഴിക്കാൻ പറ്റൂല, ഡയറ്റിലാണ്. മണി ഇന്നും കൂടെ നീ ഇത് കഴിക്കും, പിന്നെ നാളെ മൂലം ഡയറ്റ് നോക്കിയാ. ഞാൻ തടി കുറയ്ക്കാൻ വേണ്ടി ഡയറ്റ് ചെയ്യാൻ പോണു. ഞാൻ വെജിറ്റേറിയൻ ഭക്ഷണമേ കഴിക്കുള്ളൂ. എന്തോന്ന് മണി, ഞാൻ ഒരു കാര്യം ചെയ്, ഇന്നേ ഞാനേ ഉച്ചക്ക് ഊണ് കഴിക്കാൻ ഇങ്ങോട്ട് വരാം. പിടി മക്കളെ, ഉച്ചക്ക് ഊണ് കഴിക്കാൻ ഞാൻ ഇങ്ങോട്ട് വരാം. നിങ്ങൾക്ക് വേണ്ടി എന്തോന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കി തരാം, പക്ഷെ ഞാൻ കഴിക്കൂല. ശരി പെങ്ങളെ, നീ സാറിന് ഉണ്ടാക്കുന്ന ഒരു സൂപ്പർ കറി ഉണ്ടല്ലോ, അല്ല കുരുമുളകൊക്കെ ഇട്ടുള്ള, അതുപോലെ അതൊക്കെ ഉണ്ടാക്കി തരാം, പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റാത്തതിന്റെ വിഷമം. എന്റെ മണി ഇന്നും കൂടെ കഴിക്കുക, ഇത്രയും നല്ല മീനൊക്കെ. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാലേ ഒരു ദിവസം കഴിച്ചാൽ നമ്മുടെ കൺട്രോൾ പോകും. പിന്നെ നാളെ വേറെ എന്തെങ്കിലും കാണുമ്പോൾ എനിക്ക് അതും കഴിക്കാം. നമ്മൾ കൺട്രോൾ ചെയ്താൽ മതി. പെങ്ങളെ ഇന്നത്തെ കഴിക്കും. ഞാൻ എന്തായാലും കഴിക്കില്ല, വെച്ച കാലം പുറകോട്ട് എടുക്കുന്ന പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കി തരാം. ചേട്ടൻ നിങ്ങൾക്ക് തന്നെ തന്നോ? അമ്മേ ഫിഷ് ഒക്കെ കഴിക്കാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാൻ വെജിറ്റേറിയനെ കഴിക്കുന്നുള്ളൂ. രവിയേട്ടാ നിങ്ങൾ പോയിട്ട് ഉച്ചയ്ക്ക് വാ, ഞാൻ ഉണ്ടാക്കി വെച്ചേക്കാം. അമ്മയുടെ ഡിറ്റർമിനേഷൻ ഞാൻ സമ്മതിച്ചമ്മ. ഓഫ്, അതാണ്. കൂടെ കഴിക്കാന്ന് വിചാരിച്ചിട്ടാ ഞാൻ കൊണ്ടുവന്നു. ഒരു കാര്യം ചെയ്യും, ഞാൻ പറഞ്ഞു എന്റെ കൂട്ട് പകുതി കറി പകുതി വറപ്പ് തലയെടുത്ത് തലക്കറി. അമ്മ കഴിക്കണമെങ്കിൽ ഞാനും കഴിക്കാനുള്ള ഡിറ്റർമിനേഷൻ. ആർക്കും വേണ്ടാക്കില്ല. പിന്നെ ഇത് കണ്ടോണ്ടല്ലേ ഞാൻ ഉച്ചക്ക് ഊണ് കഴിക്കാൻ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞേ. കാശ് കൊടുത്ത് വാങ്ങിച്ച മീൻ കളയാനോ? ആരും പ്രശ്നമാക്കണ്ട. ചേട്ടൻ ഞാൻ കറി വെച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരാം. എല്ലാരും കഴിക്കും, ഞാൻ മാത്രമേ കഴിക്കാതിരിക്കുള്ളൂ. നമുക്ക് കറി. എന്തായാലും അമ്മയുടെ ഡിറ്റർമിനേഷൻ ഞാൻ സമ്മതിച്ചു. രവിയേട്ടാ നിങ്ങൾ ഓഫീസിൽ പോയിട്ടോ, ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വന്നത് കേട്ടോ. നിന്റെ ഒരു സ്പെഷ്യൽ കറി ഉണ്ടല്ലോ, അത് വെക്കണം. അല്ല ഞാൻ പോയിട്ട് വരാം. പക്ഷേ ഇത് മുറിച്ചെടുക്കാൻ തന്നെ ഒരു ദിവസം വേണമല്ലോ ദൈവമേ. അതിനെന്താ, എനിക്ക് വയ്യായോ? ഞാൻ മുറിച്ചു തരാം. ഞാൻ ഹെൽപ്പ് ചെയ്യാം മാമനെ. ഹെൽപ്പ് ചെയ്യാം. ഞാൻ ഹെൽപ്പ് ചെയ്യാം. അടിപൊളി. കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.